കൂട്ടുകാരെ, എന്നോട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് പപ്പയ്ക്ക് ഇപ്പം എല്ലാം കുറേയൊക്കെ സ്റ്റേബിളായ ആള് ICUവിൽ നിന്ന് മെയിൻ ICUവിൽ നിന്ന് കാർഡിയക് ICUവിലേക്ക് അവർ ഒബ്സർവേഷനായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് വളരെ ഒരു ആശ്വാസകരമാണ്. കാരണം എനിക്ക് പപ്പയെ ഒന്ന് വീഡിയോ കോൾ ചെയ്യാനും മമ്മിക്ക് കൂടെ നിൽക്കാനും ഒക്കെ സാധിച്ചതിൽ ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെ ഒരു വലിയ ഫലമാണത്. അപ്പോൾ ഇനിയും പപ്പയ്ക്ക് റിസൾട്ടുകളിലൊന്നും കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് വരാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്ന് ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്നത് യെശയ്യാവ് 61:7 നിങ്ങൾക്ക് നാണത്തിന് പകരം ദൈവം വലിയ പ്രതിഫലം തരും. അപ്പം നമുക്ക് അങ്ങനെ പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. പലരുടെ മുമ്പിലൊരു നാണിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് എന്താ പറയുക, നമ്മൾ എന്തിനു ഇങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും ചിന്തിച്ച് എന്താ പറയുക, എല്ലാവരും പുച്ഛിച്ച് കളിയാക്കി, ഒരു കഴിവില്ല, അവനൊരു കഴിവില്ല, അവക്കൊരു കഴിവില്ല, എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നമ്മളൊരു മാറ്റപ്പെട്ട് നിർത്തുന്ന ഒരവസ്ഥ നമുക്ക് പലർക്കും വന്നിട്ടുണ്ട്. സ്കൂളിലും ക്ലാസ്സിലും എല്ലായിടത്തും, ജോലിയുടെ മേഖലയിലും വീട്ടുകാരുടെ മുമ്പിലും ബന്ധുക്കളായിട്ടും ഒക്കെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ. എന്നാൽ നമ്മള് തല കുനിച്ചവരുടെ മുൻപിൽ, അല്ലെങ്കിൽ നമ്മളെ നാണം കെട്ടവരുടെ മുൻപിൽ ഈശോ നമ്മളെ വലിയ പ്രതിഫലം നൽകി നമ്മളെ തല ഉയർത്തി നിർത്തുമെന്നാണ് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത്. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞോ, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയോ, മാറ്റിക്കളഞ്ഞോ, നിന്നെ കഴിവില്ലെന്ന് നിന്നെ മുദ്ര കുത്തിയോ, അവരുടെയൊക്കെ മുമ്പിൽ അവർ കാണുകെ, നിന്റെ ശത്രുക്കൾ കാണുകെ, നിന്റെ കൂട്ടുകാർ കാണുകെ, നിന്നെ ഉയർത്തുന്ന, നമ്മളെ അപമാനിച്ചെടുത്ത് മാനിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. തല കുനിച്ചവരുടെ മുൻപിൽ, നിന്ദിക്കപ്പെട്ടവരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിക്കാൻ, അവരുടെ മുൻപിൽ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന, നിന്റെ ജീവിതത്തെ, നിന്റെ ഏത് മേഖലയാണോ ആ മേഖലയെ ഉയർത്താൻ പോകുന്ന ഒരു ശക്തിയുള്ള ഒരു ഈശോ നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ ഈ വചനത്തിലൂടെ എല്ലാവരെയും ഈശോ ഇന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.